പുള്ളാവൂർക്കാർ ഇത്തവണ ഒരുക്കിയ സർപ്രൈസ് ഇതാണ്. സഞ്ചരിക്കുന്ന ഒരു മിനി സ്റ്റേഡിയം തന്നെയാണ് ഈ അർജന്റീന ഫാൻസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ മുഖ്യ ശില്പിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയായിരുന്നു ഇത് കഴിഞ്ഞ പ്രാവശ്യം ഫിഫ എല്ലാം ഷെയർ ചെയ്തിട്ടുള്ള മെസ്സിയുടെ കട്ടൗട്ട് നമ്മൾ ഇവിടെ ആയിരുന്നു സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പുഴയിൽ നടുവിലായിരുന്നു സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് മുതലേ, കാരണം അതിനേക്കാൾ കുറച്ചുകൂടി മുകളിലേക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ വേൾഡ് കപ്പ് ഇനി 4 വർഷം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഈ ഒരു 4 വർഷം കൊണ്ട് ആലോചിച്ചെടുത്തൊരു സംഭവമാണിത്. ചെലവൊക്കെ ഇതിന്റെ ഏകദേശം ഒരു 3 ലക്ഷം 3.5 ലക്ഷത്തോളം ഇതിന് ചിലവായിട്ടുണ്ട്. പിന്നെ എഫേർട്ടാണ് കറക്റ്റ് പറയേണ്ടത്. കാരണം ഒരാഴ്ചയോളം ഇതിൻ്റെ പിറകെയായിരുന്നു. ഏകദേശം 24 മണിക്കൂർ എന്ന് പറഞ്ഞ രൂപത്തിൽ ഒരാഴ്ചയോളമായിട്ട് ഇതിൻ്റെ വർക്കിലായിരുന്നു. അത് എല്ലാവരും എൻ്റെ ടീം, ഈ എന്താ പറയുക, പ്രിൻറ്റിങ്ങിൻ്റെ ആൾക്കാർ വരെ നമ്മളുമായിട്ട് സഹകരിച്ച് എല്ലാത്തിനും കൂടെ നിന്ന് ഇൻഡസ്ട്രിയൽ വർക്ക് അതാണ് കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞ ഒരു ആശയം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് അതേപോലെ ആക്കി തരാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഇത് ചെയ്തത്. നെയ്മർ ഉയർന്ന ശേഷമാണല്ലോ അർജന്റീന ഇറങ്ങുന്നത്. അതെങ്ങനെയായിരുന്നു? ഇതിൻ്റെ പിറകിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ചത്തെ എഫേർട്ട് ഉണ്ട്. മറ്റത് ഒരു ആഡ് ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഫ്ലക്സ് അടിക്കുന്ന ഷോപ്പിലേക്ക് നിങ്ങളടുത്ത് ഒരു നെയ്മറിൻ്റെ അല്ലെങ്കിൽ ഒരു മെസ്സിയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അത് പ്രിൻ്റ് എടുത്തോളൂ എന്ന് പറയാൻ മാത്രമേ അതുള്ളൂ. കാരണം ഓൾറെഡി എല്ലാവരും ചെയ്യുന്ന, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തേ അതേപോലെയുള്ളതാണ്. അതിന് 5 മിനിറ്റിൻ്റെ പരിപാടിയും ഒരു 2 മണിക്കൂറിൻ്റെ എഫേർട്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരാദ്യം വന്നെന്നുള്ളത് അതുകൊണ്ട് എന്താക്കാൻ പറ്റില്ല, തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശക്തമായ മഴയാണ്. അപ്പോൾ ഇതിങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അതിനനുസരിച്ചുള്ള സുരക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്തറ ഈ മഴ വരുന്നേരം അല്ലെ വെള്ളം കൂടുന്നേരം അത് പൊങ്ങി നിൽക്കാനും അതേപോലെ ഇതിനെ പിടിച്ചു നിർത്താനൊക്കെ ഉള്ള സജ്ജീകരണങ്ങൾ എടുത്തിട്ടുണ്ട്. എവിടെയാണ് നിർമ്മിച്ചിരുന്നത്? പല പാർട്സ് ആയിട്ടാണ് നിർമ്മിച്ചത്. ഓരോ പാർട്സ് ഓരോ ഇതിൽ നിന്നാണ് നിർമ്മിച്ചത്. അവർ ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഓരോ പാർട്സ് നിർമ്മിച്ച് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഇത് കൂട്ടി യോജിപ്പിച്ച് അങ്ങനെ ചെയ്തത്. ലോകകപ്പിൽ സമയത്താണ് പുള്ളാവൂർ ഈ ലോകം മൊത്തം ശ്രദ്ധ ആകർഷിക്കുന്നത്. ഇതുവരെ ഇല്ലാത്തൊരു അനുഭവമായിരുന്നു. ഈ വേൾഡ് കപ്പിലല്ലേ, കഴിഞ്ഞ വേൾഡ് കപ്പിലും മാത്രമല്ല, അതിനു മുമ്പേ എല്ലാ ടൂർണമെൻറ്റ്, അതായത് ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് വരും. അർജൻറ്റീന, ബ്രസീൽ, അതാണല്ലോ മെയിനായിട്ട് ഇപ്പോൾ കേരളത്തിൽ ആരാധകർ കൂടുതലുള്ളത് അർജൻറ്റീന, ബ്രസീലാണ്. ഇപ്പം പോർച്ചുഗൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരാളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് വരണം. പക്ഷേ അർജൻറ്റീനയും ബ്രസീലും ഒരിക്കലും എന്തില്ല, ഒരു നെയ്മർ അല്ലെങ്കിൽ ഒരു മെസ്സിയെ കണ്ടിട്ട് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ആദ്യം മുതലേ ഉള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങളും പണ്ട് മുതലേ ഇവിടെ വേൾഡ് കപ്പോ അല്ലെങ്കിൽ കോപ്പ അമേരിക്ക ഒക്കെ വരുന്ന സമയത്ത് അർജൻറ്റീനൻ്റെ കൊടികളോ അല്ലെങ്കിൽ ബ്രസീലിൻ്റെ കൊടികളോ ഒക്കെ കെട്ടിയിട്ട് ഇവിടെ അങ്ങോട്ടൊരു ഫാൻ ഫൈറ്റ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഒരുമിച്ചാണെങ്കിലും ഈ ഒരു സമയം വരുന്ന നേരം ഫാൻ ഫൈറ്റ് ഞങ്ങൾ പണ്ട് കാലത്തൊക്കെ ചെറിയ ടി വിയിലാണെങ്കിലും ഒരു സ്ഥലത്ത് TV വെച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കാണുന്ന സിസ്റ്റമായിരുന്നു. ഇപ്പോൾ അത് വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ വെച്ച് കാണുന്നത് അത് അന്ന് മുതലേ തുടർന്ന് വരുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ പിള്ളേർ. അപ്പോൾ അതിനു മുമ്പേ ഞങ്ങൾ ഇവിടെ പല സംഗതികൾ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ആരും വൈറലായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് വൈറലായി. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം കൂടുതലായിട്ട് ചെയ്യേണ്ടി വന്നത് ഞങ്ങൾക്ക്. കാരണം അതിന് മുകളിൽ എന്തോ വെക്കണം എന്ന് വിചാരിച്ച് ആ ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഇത്തവണ അർജന്റീന കപ്പടിക്കുന്ന വിശ്വസിക്കുന്നുണ്ടോ? 100%. അതിലൊരു വിശ്വാസക്കുറവുമില്ല. അതിന് നല്ല ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമാണ് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും കാലമായിട്ട് 36 വർഷത്തോളം ഞങ്ങൾ കാത്തിരുന്നിട്ട് കിട്ടാത്ത, അതിനിയും കിട്ടാതിരിക്കും, അത് മെസ്സിക്ക് ഇനി ഒരു വേൾഡ് കപ്പ് ഉണ്ടാവില്ല എന്നുള്ളൊരു ടെൻഷനോട് കൂടിയായിരുന്നു. ഇപ്രാവശ്യം അതില്ല. എല്ലാം നേടിക്കഴിഞ്ഞ് ടെൻഷൻ ഇല്ലാതെയാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്നതും, ടെൻഷൻ ഇല്ലാതെയാണ് ഇപ്പം അവർ കളിക്കുന്നതും. ടീം തന്നെ കളിക്കുന്നത് ആ ടെൻഷൻ ഇല്ലാതെയാണ്. അർജന്റീന ഉൾപ്പെടെയുള്ളവർ ഇത്തവണ നിങ്ങളുടെ ഈ സ്റ്റേഡിയം ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുന്നു തോന്നുന്നുണ്ടോ? ആഗ്രഹമുണ്ട്. എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആരാധിക്കുന്ന ആൾക്കാർ നമ്മളെ തിരിഞ്ഞൊരു നോട്ടം നമ്മൾ ആഗ്രഹിക്കുമല്ലോ. ആഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല. അതൊക്കെ നിങ്ങളെ പോലത്തെ കയ്യിലാണ്. ഇത്തവണയും അർജന്റീന തന്നെ കപ്പടിക്കുമെന്നാണ് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ ഒരു മിനി സ്റ്റേഡിയം ലോകത്തിന്റെ ശ്രദ്ധയിൽ വരട്ടെ എന്നാണ് ഇവർ പറയുന്നത്. ക്യാമറമാൻ സജി തറയിലിനൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.